ഇത് ഞങ്ങളുടെ ഊട്ടി ട്രിപ്പാണ്. നമ്മൾ എവിടെ എത്തി? കോത്തഗിരി എത്താറായി. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. സൂപ്പറാണ് ഇവിടെ. സൂപ്പർ. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ നിന്നും തംബ്നെയിലിൽ നിന്നും പിന്നെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തു. ശരിക്കും ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. ഞങ്ങൾ വാൾപ്പാറ അല്ലെങ്കിൽ നെല്ലിയാമ്പതിക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഊട്ടിയിലേക്കായി. അപ്പോൾ രാവിലെ 5:30 നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹോൾട്ട് എന്ന് പറയുന്നത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് JR ബേക്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, ചെറുതായിട്ട് സ്നാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിരുന്ന കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. എന്നിട്ട് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് പൊങ്കൽ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ സൈഡ് ഫുള്ള് നിറയെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ. അതുപോലെ തന്നെ കോയമ്പത്തൂർ പൂ മാർക്കറ്റൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പൊങ്കൽ പാനകൾ, പിന്നെ കരിമ്പ്, അങ്ങനെ പലതരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡഡും ആയിരുന്നു. സാധനങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഏപ്രിലാണെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടി, 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, വിഷ്ണു, അമ്മ, പിന്നെ ചേച്ചി, ഞങ്ങൾ 4 പേരും കൂടി ഊട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്ലവർ ഷോയ്ക്ക് ഒരു 2 വീക്സ് മുമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ക്ലൈമറ്റ് ഒരു ഓക്കെ ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടത്തെ ഈ വിസിറ്റ് എന്ന് പറയുന്നത് ഒരു വർത്ത് വിസിറ്റ് തന്നെയായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് സൂപ്പറായിരുന്നു. ഞങ്ങളുടെ സെക്കൻഡ് ഹോൾട്ടാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ നല്ല കോട ഇറങ്ങിയത് കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്പോട്ടാണിത് കേട്ടോ. നല്ല ഫോട്ടോ. ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കിനി ഏകദേശം ഒരു 20 കിലോമീറ്ററും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് 5:30-ക്കായിരുന്നു. അപ്പോൾ നമ്മളൊരു 10 ആയപ്പോഴത്തേക്ക് ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പം നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ്. ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് അതിനുശേഷം പെട്ടെന്നൊന്ന് ഫ്രഷനപ്പൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ അളിയനും കൂടി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തു, പൈക്കര. ഇതാണ് കേട്ടോ ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷൻ. മിക്കവാറും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിപ്പോൾ പൈക്കരയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. വഴിക്ക് ഞങ്ങൾ കണ്ട ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലേക്കായിരുന്നു കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഞാൻ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തു. പക്ഷേ അത് ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലേക്ക് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ബ്രീസും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് 12 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ശരിക്കും നമുക്കൊരു ഹെവൻലി ഫീലിംഗ് ആണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ പൈക്കരയിലേക്ക് വിട്ടു. ഏപ്രിലിൽ ഞങ്ങൾ
അപ്പോൾ പൈക്കരയിൽ ബോട്ടിങ് ചെയ്യാൻ പറ്റിയില്ല. ആ റീസൺ എന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ. എന്തോ ക്യൂ കൂടുതലാണോ എന്തോ സംഭവം ഞാൻ ശരിക്കും മറന്നു. ഞങ്ങൾക്കന്ന് ബോട്ടിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വട്ടം അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഒരു 20 മിനിറ്റ്സ് നമ്മളെ കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുവരും. അപ്പോൾ നമ്മളൊരു 8 സീറ്ററിൻ്റെ ബോട്ടിലാണിപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ 5 പേരുണ്ട്, പ്ലസ് ഒരു ഫാമിലിയും കൂടെ നമ്മളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മൊത്തം 9 പേരുണ്ട്, ഒരു കുട്ടിയും കൂടിയുണ്ട്. അങ്ങനെ 9 പേരും കൂടിയാണ് ഈ ബോട്ടിൽ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ണിയായിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയി എൻ്റെ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് ബോട്ടിങ്ങിന് റെഡി ആയിട്ടിരുന്നു. അപ്പോൾ ഇത് ശരിക്കും 10 പേര് പോകുന്ന ബോട്ടാണ്. അപ്പോൾ 8 പേരുടെ ബോട്ട് ഇപ്പം അവൈലബിൾ അല്ല, അതുകൊണ്ട് അവർ 10 പേരുടെ ബോട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കംഫർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നു. അങ്ങനെ നമ്മളിപ്പം ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ലൈഫ് ജാക്കറ്റൊക്കെ അയച്ചിട്ട് നമ്മൾ വെളിയിൽ പോവാണ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ നന്നായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2:45 ആയപ്പോഴാണ് തിരിച്ച് വന്നത്. ശരിക്കും ബോട്ടിംഗ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ സമയം കൊണ്ട് നന്നായിട്ട് വിശപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഇതിൻ്റെ എക്സിറ്റിൽ ഒരു കഫറ്റീരിയ കണ്ടത്. ശരി, അവിടെ പോയി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പോയി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ പോലെയായിരുന്നു. അത്യാവശ്യം ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതിന് ഓപ്പോസിറ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ നടന്നു. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലുള്ള എൻട്രീൻ്റെ അവിടെ ഒരു ചെറിയ കടയുണ്ട്. അവിടെ മാഗി, ബ്രെഡ് ഓംലെറ്റ്, സ്വീറ്റ് കോൺ, പിന്നെന്താണ് പീനട്ട്സ്, പിന്നെ കുറേ സ്നാക്കിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇരുന്ന് കഴിക്കണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് ഇവിടുന്ന് എൻട്രി ടിക്കറ്റും എടുത്തിട്ട് നേരെ ആ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ നടന്നു കേട്ടോ. നടന്ന് കുറച്ചെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ടയർഡായി. അപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയിരുന്ന ആൾ റെസ്റ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും റെസ്റ്റ് എടുക്കാമല്ലേ,
അങ്ങനെ ഈ ക്യാമറയും കൂടെ പിടിച്ചിട്ട് കുറച്ച് നേരം വീഡിയോ എടുക്കൂ. ഞാൻ എൻ്റെ സ്വീറ്റ് കോൺ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വീറ്റ് കോൺ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്. അതും ഈ മുളക് തേച്ച് വെക്കുന്ന സ്വീറ്റ് കോണില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനും ചേച്ചിയും കൂടെ കഴിഞ്ഞ വട്ടം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ സ്വീറ്റ് കോൺ ഒരു കുരങ്ങ് തട്ടിപ്പറിച്ചു. പിന്നെ ബാക്കിയുള്ളതും കൂടെ കുരങ്ങിന് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്ന സ്റ്റോറിയൊക്കെ പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അങ്ങനെ സ്വീറ്റ് കോണൊക്കെ കഴിച്ച് നമ്മൾ നേരെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ്. അപ്പോൾ ഇവിടെ ആ മൊട്ടക്കുന്നിൻ്റെ മേലെ കുറേ ചെമ്മരിയാടൊക്കെ മേഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ വിഷ്ണു പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ ആളിവിടെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഇതറിയാണ്ട് ഞാനവിടെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളാണെങ്കിൽ നോക്കുമ്പോൾ ഈ പച്ചപ്പില്ല അതൊരു ക്യാരറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ ഒരാൾ നിന്നിട്ട് അതിന് മരുന്നൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മേലെ കുറേ ചെമ്മരിയാടുകളെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുക. അങ്ങനെ ഞങ്ങളിപ്പോൾ ഊട്ടി ലേക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലക്സിലാണെങ്കിൽ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ബോട്ടിങ്ങിന്. അപ്പോൾ നമ്മൾ ഏത് തരം ബോട്ട് വേണം എന്നുള്ളത് അതിൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത ബോട്ട് ഉണ്ടല്ലോ അത് ഓൺലൈനിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഉള്ളിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഓൺലൈനല്ലേ, ഓഫ്ലൈനായിട്ട് ഉള്ളിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ ചെന്നു. അങ്ങനെ ഉള്ളിൽ പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 2 ആ ടൈപ്പ് ബോട്ടാണുള്ളത്, അത് ഇപ്പോൾ പോയേക്കുവാണ്, 1 hour കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഫുള്ള് റോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നോക്കുവാണ്. ഇവിടെ ഹോട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ലേക്കിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റിയ ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു, ലേക്കിൻ്റെ ഫുൾ വ്യൂ ഒക്കെ കണ്ടു. അതിനുശേഷം ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലും ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഗെയിമിംഗ് സെക്ഷൻ, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ അവിടെ ഒരു മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ടൈം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ട്രെയിനിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തി. ഇതിന് പെർ ഹെഡ് 60 rupees എന്തോ ആണെന്നാണ് തോന്നുന്നത്. ഒരു 10 minutes യാത്രയേ ഉള്ളൂ. ശരിക്കും 10 minutesന് 60 rupees കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഒരു ടണലുണ്ട് കേട്ടോ. അപ്പം ഇതിൽ വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇവർ നമ്മളെ അവിടെ കൊണ്ടുവിടും, അവിടെ നിന്ന് തിരിച്ച് ഇവിടെ കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. ഒരു 10 minute. അങ്ങനെ ലേക്കിൽ നിന്ന് വെള്ളോട്ട് ഇറങ്ങുന്ന സ്ഥലത്താണെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആൻഡ് സീഡ്സിൻ്റെ എക്സോട്ടിക് വെറൈറ്റീസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നല്ല ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സിനെയും നമുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ തോന്നും. ഇവിടുന്ന് അത്യാവശ്യം 1-2 ഒക്കെ വാങ്ങി നമ്മൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മോഡീസ് ഹോട്ട് ചോക്ലേറ്റ് ഷോപ്പാണ്. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ട് ചോക്ലേറ്റ്സ് വേറെ എവിടെ നിന്ന് കഴിക്കേണ്ട, മോഡീസ് നിന്ന് കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമ്മൾ എല്ലാ സ്ഥലത്തും ഈ കബാബ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രിൽ ഐറ്റംസ് ഒക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഡിസൈഡ് ചെയ്തു ഡിന്നർ എന്തായാലും ഗ്രിൽഡ് തന്നെ കഴിക്കാം. അമ്മയ്ക്ക് നോൺ വെജിറ്റേറിയൻ എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് നേരെ റൂമിൽ കൊണ്ടുപോയി കഴിക്കാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഷോപ്പിലും അവർ നല്ല മത്സരിച്ച് ഇവർ കബാബ്സ് ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. പിന്നെ ഞങ്ങളത് കഴിച്ചപ്പോൾ ടേസ്റ്റും സൂപ്പറായിരുന്നു. ശരിക്കും അൽഫാമിനെക്കാട്ടിലും റേറ്റ് കൂടുതലാണ് ഇവിടെ കബാബ്സിന്.
അപ്പം ഞങ്ങളിപ്പോൾ മോഡീസ് ബേക്കറി തപ്പിയുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചേച്ചി നമ്മളടുത്ത് പറയുന്നുണ്ടായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ മോഡീസിന് തന്നെ കഴിക്കണം എന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് ഫസ്റ്റ് ചേച്ചി തന്നെയാണ് നടക്കുന്നത്. അങ്ങനല്ല, ഇവർക്ക് മോഡീസ് എന്തെങ്കിലും ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാന്ന് അങ്ങനെ ഞങ്ങൾ ഫൈനലി നടന്ന് മോഡീസ് ബേക്കറിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം ജനങ്ങളുണ്ട് അതിനുള്ളിൽ. വെളിയിൽ കഴിക്കാനും ആൾക്കാരുണ്ട്, ഉള്ളിൽ വാങ്ങിയിട്ട് പോകാൻ ആൾക്കാരുണ്ട്. മൊത്തത്തിലൊരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മേലെ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ മെനു കാർഡ്. അപ്പോൾ നമ്മളിതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യാൻ പോയേക്കുവാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡ് ഐറ്റംസും ഹോട്ട് ചോക്ലേറ്റ്സും എല്ലാ വെറൈറ്റീസും സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ടിബറ്റൻ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറണം. പിന്നെ നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ നമുക്ക് ഗ്രിൽ ചിക്കൻ വാങ്ങേണ്ട അടുത്ത് പോയി പാർസൽ വാങ്ങണം. പിന്നെന്താണ്, അമ്മയ്ക്ക് വെജിറ്റേറിയൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. നമുക്ക് ഊട്ടി വർക്കി വാങ്ങണം, ചോക്ലേറ്റ്സ് വാങ്ങണം. പിന്നെ പോകുന്ന വഴിക്ക് ടോയ്സ് വാങ്ങണം. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഈ വണ്ടി പ്രാന്തൻ എന്ന് പറയില്ലേ, ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണ്. അപ്പോൾ ഇതുപോലുള്ള പല പല ഐറ്റംസും വാങ്ങുന്ന ഒരു ക്രേസ് ആൾക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ചെടി വാങ്ങുന്ന ക്രേസ് അത് എനിക്കുണ്ട്. അങ്ങനെ കുറേ സെക്യുലൻസ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചേട്ടനാണെങ്കിൽ അവിടെ തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളും പോയി ചെറുതായിട്ട് കൈയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നേരെ രുചി ഭവനിലേക്ക് വന്നു. അവിടെ അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്രിൽ ചിക്കനൊക്കെ വാങ്ങി, നമ്മൾ പൊറോട്ടയും ഗ്രിൽ ചിക്കനും ബിരിയാണിയൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് വിട്ടു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.